ക്യാരക്ടറായിട്ട്. ആൻഡ് എൻ്റെ അച്ഛൻ തന്നെയാണ് ഇതിൻ്റെ റൈറ്റർ. എല്ലാവരും പറയുന്നുണ്ട് ഇത് 5 ഫാമിലീസിൻ്റെ കഥയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് 5 ഫാമിലീസ് മാത്രമല്ല, 6 ഫാമിലീസിൻ്റെ കഥയാണ്. 6ാമത്തെ നമ്മുടെ ഫാമിലി. ഇവിടെ കോൺഫിഡൻസ് ഓഡിയൻസിന് എല്ലാവർക്കും ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും അവരായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കണക്ടിവിറ്റി കിട്ടാൻ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണണം. തിയേറ്ററിൽ തന്നെ കാണാം ഈ പടം. ഹലോ, ഞാൻ അനിൽ കുഞ്ഞപ്പൻ, ഈ മലബാർ ടേൽസിൻ്റെ റൈറ്ററും ഡയറക്ടറും ആൻഡ് പ്രൊഡ്യൂസറായിപ്പോയി. ഓക്കെ, ഇതൊരു എന്തോളജിയാണ്. 5 കഥകൾ, 5 വ്യത്യസ്തമായ കഥകൾ, സുന്ദരമായ കഥകൾ. മലബാറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ സ്റ്റോറീസ് ബിലോങ് ടു എനി പ്ലേസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 5 കഥ ഒരു ഫാമിലിക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ കഥയാണ്. ഇതിൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, നല്ല മ്യൂസിക് ഉണ്ട്, പിന്നെ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ റെലവൻസ് ഉള്ള സബ്ജക്ട്സ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ എന്തായാലും ഫാമിലീസ് പോകണം, കുട്ടികൾ പോകണം, ബിക്കോസ് കോമഡി ഉണ്ട്. നമ്മൾ പ്രദീപ് ബാലൻ ഇതിൽ കോമഡി റോളിൽ വരുവാണ്. പിന്നെ അത് ആസ്വദിക്കണം. പ്രദീപിനെ ഇങ്ങനെ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല സിനിമയിൽ. സോ ഗോ ആൻഡ് വാച്ച് ദ മൂവി പ്ലീസ് ആൻഡ് സപ്പോർട്ട് us. ഓക്കെ, താങ്ക് യു. ഞാൻ പ്രദീപ് ബാലൻ. മലബാർ ടൈൽസ് എന്ന് പറയുന്ന സിനിമയിൽ ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് ഇതിലൊരു കള്ളൻ ക്യാരക്ടറാണ്. ഈ സിനിമ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത വലിയൊരു സിനിമയാണ്. വലിയ സിനിമ ഉദ്ദേശിച്ചത് ഇതിൻ്റെ കഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. 5ഉം നിങ്ങൾക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു ഫുൾ പാക്ഡ് സിനിമയാണ്. കാരണം അതിൽ ഇമോഷൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഫാമിലിയായിട്ടും അല്ലാതെ ഒക്കെ ടിക്കറ്റ് എടുത്ത് വന്ന് കാണാവുന്ന ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അഭിലാഷ് ടൈം എന്തായാലും ഈ സിനിമ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക. കാരണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പടത്തിന് വലിയ വിജയമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആളുടെ മനസ്സിലിരിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് നിൽക്കുകയാണ്. പ്രതികളുടെ വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. ചേട്ടൻ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ വീക്ഷിക്കാറുണ്ട്. ഒരു കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ ജീവിച്ചു കാണും. അതാണ് ചേട്ടൻ. അതൊരു മിമിക്രി കലാകാരനും കൂടിയാണ്. എനിക്ക് ബമ്പർശീലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ചങ്കാണ്. ഞാൻ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഷീൻചാണ്ട് വരെ നമ്മുടെ PR ഇതുപോലത്തെ PR നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഒരു സ്നേഹമുള്ളൊരു PR അല്ലേ, സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നൊരു PR. എന്തായാലും അവിടുത്തെ ബസ് സിനിമയ്ക്കാണ് വായനമാറ്റം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പശ്ചാത്തലമുള്ള എല്ലാവരും വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എനിക്ക് എല്ലാവരും ഹാപ്പി. അതിലെ ഒരു കഥയായ പർദ്ദയിൽ അഭിനയിക്കുകയുണ്ടായി. ഇപ്പോൾ സിനിമ കണ്ടു, നന്നായിരുന്നു. എല്ലാവർക്കും ഈ ഒരു ന്യൂ ഇയറിന് സന്തോഷത്തോടെ കുടുംബത്തോടെ വന്ന് കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. എല്ലാവരും വന്ന് കാണുന്നത് പ്രത്യേക അപേക്ഷിക്കുകയാണ്. ഇതിൽ 3 പാട്ടുകൾ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പാട്ടുകളും നന്നായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. എല്ലാവരും വരിക, കാണാൻ, ആസ്വദിക്കുക. ഞാൻ പ്രസീത. ഇതിൽ ബംഗ്ലോ എന്നാണൊരു ഫിലിമിലാണുള്ളത്. സോ ഇത് വാച്ച് ചെയ്യണമെന്നുള്ളത് ഒരിക്കലും നിങ്ങൾ ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5 ജോണറിലായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. ഫസ്റ്റ് പോയി കാണും. നിങ്ങൾ കണ്ട് വിജയിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. സാധാരണ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊക്കെ പോയി കാണും. ഒരിക്കലും റിഗ്രറ്റ് ഇല്ല. ബാക്ക്ഗ്രൗണ്ട് നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാ സ്റ്റോറീസും ഒന്നും കഴിച്ചു. എൻ്റെ പേര് അൻവർ. ഞാനിതിൽ ഈ ആന്തോളജിയിലെ ഫസ്റ്റ് തുടങ്ങുന്ന ചെമ്പ് എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു മെയിൻ ക്യാരക്ടറാണ്. അപ്പം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വെച്ചാൽ നമ്മൾ ഈ ഫാമിലീസിനൊക്കെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. അങ്ങനത്തെ ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണും, കണ്ടിട്ട് അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. 5 കഥകളടങ്ങുന്ന മൂവിയാണ് മലബാർ ടൈൽസ്. വളരെയധികം രസകരമായിട്ടാണ്. ചിന്തിക്കാൻ ഒരുപാടുണ്ട്. കാര്യം ഇത് കൊമേഴ്സ്യൽ ചെയ്തവരോട് പറഞ്ഞിരിക്കുന്ന ചിത്രം. നല്ല പാട്ടുകളുണ്ട്, നല്ല DOP വർക്ക് ചെയ്തിട്ടുണ്ട്, 5 ക്യാമറമാന്മാർ, മ്യൂസിഷ്യൻസ്, അതുപോലെ തന്നെ അഭിനേതാക്കളുടെ കാര്യം എടുത്തു പറയുന്നതൊക്കെയുണ്ട്. 4 നല്ല ഇമോഷണൽ പഞ്ചിലൂടെ പോകുന്ന സ്റ്റോറിയാണ്. അവസാനം കഥ ഒരു റിലാക്സേഷനാണ്. ശരിക്കും ഹ്യൂമർപ്പെട്ടതാണ് അവസാനം. പ്രദീപ് ബാലനൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അനിൽ അൻ്റോയുടെ ക്യാരക്ടർ, ശിവരാജിൻ്റെ ക്യാരക്ടർ, അതൊക്കെ പല സിനിമകൾ ചെയ്തത് അവരെ കഴിവ് പ്രകടമാക്കിയ നടന്മാരാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഏതായാലും മലബാർ ടൈൽസ് നല്ല ഇമോഷനിലൂടെ പ്രേക്ഷകരെ സഞ്ചരിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഇത്തരം ചിത്രങ്ങൾ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കാണണം. വലിയ താരബാഹുല്യമുള്ള ചിത്രമൊന്നുമല്ല, എങ്കിലും നിങ്ങളൊക്കെ വന്ന് കണ്ട് വിലയിരുത്തുക. താങ്ക് യു.